അപ്പോൾ ഗൈസ്, നമ്മളൊരു ഗോൾ കീപ്പറെ തിരഞ്ഞെടുക്കുമ്പോൾ ഗോൾ കീപ്പറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയിട്ടായിരിക്കും മിക്ക ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ സ്റ്റാറ്റ്സിനേക്കാളും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഗോൾ കീപ്പറിന്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 108, 107 ഗോൾ കീപ്പർ വന്ന് കിടക്കണം. നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കി സ്റ്റാറ്റ്സ് 100ന് മുകളിൽ തരുന്നുണ്ട് എന്നും പറഞ്ഞ് പോയി എടുക്കാൻ നിന്നതിനാൽ വേണ്ട പെർഫോമൻസ് നമുക്ക് തരത്തില്ല. അപ്പോൾ സ്റ്റാറ്റ്സിനേക്കാളും വേണ്ട കുറച്ച് കാര്യങ്ങൾ ഗോൾ കീപ്പർക്കുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇപ്പം നിലവിൽ ഏതൊക്കെ ഗോൾ കീപ്പർ നല്ല രീതിക്ക് പെർഫോമൻസ് തരുന്നുണ്ട്, ഫ്രീ ആയിട്ടും പെയ്ഡ് ഗോൾ കീപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റാറ്റ്സിനേക്കാളും മെയിനായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ആം കവറേജ്. ഈ ആം കവറേജ് എത്രത്തോളം ഉണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ലോങ് റേഞ്ച് ഷോട്ടൊക്കെ ഗോളി പെട്ടെന്ന് സേവ് ചെയ്യുക. അപ്പോൾ ആം കവറേജ് 150 മുകളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആം കവറേജ് എങ്ങനെ നോക്കാമെന്നൊക്കെ ഈ വീഡിയോ കൂടി പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ GK അവെയർനെസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ GK അവെയർനെസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ വന്ന ലോങ് റേഞ്ച് ഷൂട്ടായാലും അടുത്തുനിന്ന് തന്നെ ഷൂട്ടായാലും ഏത് സ്ഥലത്ത് നിന്ന് കറക്റ്റ് പൊസിഷനിൽ നിന്ന് പിടിക്കണം. അപ്പോൾ GK അവെയർനെസ് എത്രത്തോളം ഉണ്ട് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഗോൾ കീപ്പറിൽ നിന്ന് പൊസിഷൻ കറക്റ്റ് സ്ഥലത്ത് നിന്ന് പിടിക്കണേക്കാം. GK അവെയർനെസ് നോക്കാനാണ് ഇത്രേ ഉള്ളൂ. അടുത്തതാണെങ്കിൽ GK ക്യാച്ചിങ് വലുതായിട്ട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 90-90 മുകളിൽ GK ക്യാച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ വന്ന് കോർണറിൽ നിന്ന് തന്നെ വന്ന് ക്യാച്ച് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ ക്യാച്ചിങ് ഇല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയും. ക്യാച്ചിങ് കുറവാണെങ്കിൽ GK പാരിങ് കൂട്ടി കൊടുക്കാൻ നോക്കുക. പാരിങ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പന്ത് വന്നത് ഗോളി തട്ടിക്കളയുമ്പോൾ കറക്റ്റ് പുറത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലിലോട്ടൊക്കെ തട്ടിക്കളയാനായിരിക്കും പാരിങ് കൂട്ടിക്കൊടുത്തതിനാൽ. ഇപ്പോൾ കുറവാണെങ്കിൽ തന്നെ അത് ഒപ്പോണൻറ്റിൻ്റെ കാലിലോട്ടൊക്കെ ആയിരിക്കും പന്ത് പോണത്. GK പാരിങ് മെയിനായിട്ട് കൂട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ GK റിഫ്ലക്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അടുത്തുനിന്ന് തന്നെ ഷോട്ടുകളൊക്കെ ഗോൾ കീപ്പർ പെട്ടെന്ന് സേവ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒരു 1v1 സിറ്റുവേഷൻ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ സേവ് ചെയ്യാനാണ് GK റിഫ്ലക്സ് കൊണ്ടുള്ള ഉപകാരം. അടുത്ത നോക്കുകയാണെങ്കിൽ GK റീച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങൊക്കെ പെട്ടെന്ന് സേവ് ചെയ്യാനൊക്കെയാണ് GK റീച്ച് കൂട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ഈ GK ക്യാച്ചിങ്ങും റീച്ചൊക്കെ നല്ല രീതിക്ക് കൂട്ടിക്കൊടുത്താൽ തന്നെ GK അവെയർനെസ് നല്ല രീതിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ കീപ്പറിൻ്റെ സ്കില്ലാണ്. അപ്പോൾ ഗോൾ കീപ്പർക്ക് വേണ്ട സ്കില്ലെന്ന് പറയുകയാണെങ്കിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ്, GK ലോങ് കൊണ്ട് ഹൈപ്പട്ട് അതൊക്കെ. അപ്പോൾ ഗോൾ കീപ്പറിൻ്റെ ആം കവറേജ് എങ്ങനെ കാണണമെന്ന് നോക്കാം. ആം കവറേജ് ആണെങ്കിൽ ഈ ഫുട്ബോൾ ഹബ്ബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗോൾ കീപ്പർ എടുക്കുക. ആ ഗോൾ കീപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആം കവറേജ് നമുക്ക് കാണാം. പിന്നെ ഒരു ഗോൾ കീപ്പർക്ക് വേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഹൈറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക്. ഇപ്പോൾ നിലവിൽ നല്ല രീതിക്ക് പെർഫോമൻസ് പറഞ്ഞ ഗോൾ കീപ്പർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ ചെക്ക്, കസിലസ്, ബഫൺ, പീറ്റർ സ്മൈക്കിൾ, പിന്നെ ഡൊണ്ണാറുമ്മ, ഇവരൊക്കെ നല്ല പെർഫോമൻസ് ഗെയിമിൽ തരുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ ഗോൾ കീപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ വിക്ടർ ബൈ, ഡിയോഗോ കോസ്റ്റ, പിന്നെ ഒലിവർ കാൻ, അങ്ങനത്തെ കുറച്ച് ഗോൾ കീപ്പേഴ്സ് നല്ല പെർഫോമൻസ് ഇപ്പോൾ തരുന്നുണ്ട്. ഇപ്പോൾ ഗെയിമിൽ ഏറ്റവും കൂടുതലും ആം കവറേജ് ഉള്ള ഗോൾ കീപ്പർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കോർട്ടിയസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്യുക.